ഷാലോം ടിവിയുടെ ഹെവൻലി മെലോഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മോടൊപ്പം നമ്മുടെ പ്രിയങ്കരനായ അലക്സാണ്ടർ അച്ഛനാണ്. അച്ഛൻ നമുക്കാരോ രണ്ടുപേര് പാട്ടൊന്ന് ഒരുമിച്ച് പാടിയാലോ? തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ, അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാഥാ, ഈ ജീവിതമെന്തിനു നാഥാ. തിരുപ്പട്ടം കഴിഞ്ഞ് ഇപ്പം 7 വർഷമായി അല്ലേ? അലക്സാണ്ടർ കൊച്ചിക്കാരൻ വീട്ടിൽ അച്ഛൻ്റെ വിശേഷങ്ങളും ഗാനങ്ങളുമാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. 7 വർഷമായിട്ടുള്ളൂ. പക്ഷെ വെറുതെ ഇരുന്നിട്ടില്ല. കൂടുതൽ നമ്മൾ അച്ഛനെ കണ്ടിരിക്കുന്നത് കൃപാസനം ബലിപീഠത്തിൽ വെച്ചാണ് കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒറ്റമശ്ശേരിയിലെ പള്ളി വികാരിയച്ഛനാണ്. നമുക്ക് ഒരിക്കൽ കൂടി അച്ഛാ ഷാലോം ടിവിയുടെ ഹെവൻലി മെലോഡീസിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക്, ഈ ഒരു ഫ്ലോറിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അച്ഛൻ. താങ്ക് യു അച്ഛാ. സുഖമായിരിക്കുന്നല്ലേ അച്ഛാ? സുഖം, സന്തോഷം. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഒരു എപ്പിസോഡ് അച്ഛൻ്റെ ഒരു മനോഹരമായ ഒരു ഗാനത്തോടെ നമുക്ക് ആരംഭിച്ചാലോ? തീർച്ചയായിട്ടും അച്ഛാ, തീർച്ചയായും. ഏത് ഗാനം അച്ഛാ? നമുക്കിപ്പോൾ ഞാൻ പൗരോഹിത്യത്തെക്കുറിച്ച് ഞാൻ എഴുതിയതല്ല, ഞങ്ങളുടെ രൂപതയിൽ തന്നെ വരുന്ന സെബാസ്റ്റ്യൻ പുന്നക്കൽ അച്ഛൻ എഴുതിയിട്ട് എന്നോട് സംഗീതം ചെയ്യണമെന്നുണ്ടെന്നൊരു ഗാനമാണ്. അപ്പോൾ അന്ന് മനസ്സിൽ നമ്മളിങ്ങനെ കുറേ ബഹളമൊക്കെ ഇട്ട് കുറേ ഗാനങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് അതൊരു കാഴ്ചവെപ്പിൻ്റെ ഗാനമായിട്ടാണ് അച്ഛനത് ആവശ്യപ്പെട്ടത്, നമ്മുടെ കാഴ്ചവെപ്പായിട്ട് ഒരു പൗരോഹിതൻ്റെ ജീവിതത്തെ. ഞാനത് വളരെ ശാന്തമായിട്ട് ചെറിയ രീതിയിൽ, വലിയ മ്യൂസിക്കും കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു വയലിനും തബലയും വെച്ചുകൊണ്ട് മാത്രം ചെയ്തൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഓർക്കസ്ട്രേഷനൊക്കെ എന്ന് പറഞ്ഞാൽ ചെയ്തത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്. 2-3 കുറച്ച് കുട്ടികളായിരുന്നു. അത് എൻ്റെ ഇടവകയിലുണ്ടായിരുന്ന കുറച്ച് കുട്ടികളെ വെച്ചിട്ടാണ്. ആ സമയത്ത് എവിടെയായിരുന്നു? ഞാൻ അർത്തുങ്കൽ കൊച്ചച്ഛനായിരിക്കുന്ന സമയമാണ്. നമുക്കതൊന്ന് കേൾക്കാം. തീർച്ചയായും. കാഴ്ചയായി നൽകുന്നു എൻ മാനസത്തെ, യോഗ്യനല്ലെങ്കിലും എന്നെ യോഗ്യനാക്കി, പിന്തിരിഞ്ഞു നടക്കുവാൻ ആഗ്രഹിച്ചു, എങ്കിലും നീ ഭരമേൽപ്പിച്ചു. കാഴ്ചയായി നൽകുന്നു എൻ മാനസത്തെ, ഗത്സമനിൽ നീ പ്രാർത്ഥിച്ചപ്പോ ആവർത്തിച്ചു പല തവണയെങ്കിലും, യോഗ്യനല്ല എന്നു ഞാൻ നിനയ്ക്കിലും, എങ്കിലും നീ ഭരമേൽപ്പിച്ചു. കാഴ്ചയായി നൽകുന്നു എൻ മാനസത്തെ, യോഗ്യനല്ലെങ്കിലും എന്നെ യോഗ്യനാക്കി.
ഗോതമ്പും മുന്തിരിയും ശ്രേഷ്ഠമാണല്ലോ ഈ ബലിപീഠത്തിൽ ചാലിച്ചെടുത്തൊരീ ഗോതമ്പും മുന്തിരിയും ശ്രേഷ്ഠമാണല്ലോ ഈ ബലിപീഠത്തിൽ തകർന്നു തളർന്നൊരീ ഹൃത്തടവും പൂജ്യമായി തീരുന്നീ അർപ്പണത്തിൽ ധന്യമായി തീരുമൻ മാനസവും ധന്യമായി തീരുമൻ മാനസവും കാഴ്ചയായി നൽകുന്നു എൻ മാനസത്തെ യോഗ്യനല്ലെങ്കിലും എന്നെ യോഗ്യനാക്കി പിന്തിരിഞ്ഞു നടക്കുവാൻ ആഗ്രഹിച്ചു എങ്കിലും നീ വരമേൽപ്പിച്ചു കാഴ്ചയായി നൽകുന്നു എൻ മാനസത്തേ. അലക്സാണ്ടർ അച്ഛ കാഴ്ച സമർപ്പണത്തിൻ്റെ വളരെ സുന്ദരമായൊരു ഗാനം. അച്ഛൻ നേരത്തെ പാടുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അർത്തുങ്കപ്പള്ളിയിൽ കൊച്ചച്ഛനായിരുന്നപ്പോൾ അവിടെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള അല്ലേ വളരെ ശാന്തതയുള്ള ഹൃദയത്തിലേക്ക് പെട്ടെന്ന് വരുന്ന വയലിൻ തബല ഇത് വായിച്ച കലാകാരന്മാരാര്? വയലിൻ വായിച്ചിരിക്കുന്നത് ജിക്കു എന്ന് പറയുന്ന ആ ഇടവകയിൽ തന്നെയുള്ള ഒരു പയ്യനാണ്, ജീസസ് യുത്തൊക്കെയാണ്. അപ്പം അവൻ നല്ല കഴിവുള്ളൊരു പയ്യനാണ്. ഇപ്പം കാനഡയിലാണ്. കാനഡയിൽ ഇപ്പം പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ അങ്ങനെ പ്രൊഫഷണലായിട്ട് പോകുന്നത് ഇപ്പോൾ പ്രൊഫഷണലായിട്ട് അവർ ഓരോരുത്തർ ഓരോ മേഖലയിലോട്ട് പോയി തുടങ്ങി. എൻ്റെ തബല വായിച്ചിരിക്കുന്നത് യേശുദാസ് എന്ന് പറയുന്ന യേശപ്പനെന്ന് ഞങ്ങൾ വിളിക്കുന്നത്, അവനാണ് വായിച്ചിരിക്കുന്നത്. അർത്തിയക്കാരൻ തന്നെയാണ്. പക്ഷെ അവനിപ്പോൾ ബാൻഡുകളിലൊക്കെ വളരെ ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പയ്യനാണ്. നല്ല കൊയറുള്ള അച്ഛൻ. ഞാൻ വേറൊരു കാര്യം പറയുന്നത്, ഇപ്പം ഞാൻ അലക്സാണ്ടർ അച്ഛനായിട്ട് എനിക്ക് നല്ല ഒരു കുടപ്പുറപ്പിനെ പോലുള്ള നല്ലൊരു സൗഹൃദമുള്ളതാണ്. എനിക്ക് അത്ര അടുപ്പമുള്ള ഒരു അച്ഛനാണ്. ഞാനത് ഉള്ളറിഞ്ഞ് പറയുന്നതാണ്. നമുക്കറിയാമല്ലോ നമ്മുടെ ആ ഭാഗങ്ങളിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ പള്ളിയിൽ തിരുനാളിനോടനുബന്ധിച്ച് നവനാൾ വരാൻ നേരത്തെ ഒരു ദിവസം ലത്തീൻ റീത്തിൽ കുർബാന വയ്ക്കും. അതുപോലെ തന്നെ അർത്തിങ്കലായിക്കോട്ടെ മറ്റ് ലത്തീൻ റീത്തിലുള്ള പള്ളികളിൽ തിരുനാൾ വരാൻ നേരത്ത് ഒരു ദിവസം സീറോ മലബാർ വയ്ക്കും. ആ ഒരു സൗഹൃദ സ്നേഹ ഇതിലാണ് പോകുന്നത്. പക്ഷെ അങ്ങനെ വരാൻ നേരത്ത് ഓരോ പ്രാവശ്യം ഇപ്പോൾ തിരുനാളിൻ്റെ കമ്മിറ്റിയൊക്കെ വരാൻ നേരത്ത് അവർ ആദ്യം പറയുന്ന പേര് അലക്സാണ്ടർ അച്ഛൻ്റെ പേര്. അച്ഛനിപ്പോൾ അവിടെ വന്നു. സാധാരണ പിറ്റേ വർഷം വരേണ്ടതില്ല. പക്ഷെ പിറ്റേ വർഷം കമ്മിറ്റി കൂടുമ്പോൾ ഞാൻ പറയേണ്ടി വരുന്നില്ല. എൻ്റെ ഉള്ളിൽ അച്ഛൻ തന്നെയാണെങ്കിൽ പോലും അവരെല്ലാവരും പറയുന്നൊരു പേരുണ്ട്, അടുത്ത വർഷം നമുക്ക് അലക്സാണ്ടർ അച്ഛനെ തന്നെ വേണം. ഇപ്പം 3 പ്രാവശ്യമായി. ശരിക്കും പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു കാരണമുണ്ട്. അലക്സാണ്ടർ അച്ഛൻ്റെ പരിശുദ്ധ കുർബാന അർപ്പണം ഒരു 1-1.5 മണിക്കൂർ സമയം, സന്ദേശം ഒരു 1.5 മണിക്കൂറിന് അടുത്തുണ്ട്. പക്ഷേ ഒരല്പസമയം പോലും ദൈവജനത്തെ ആ ബലിപീഠത്തിൽ നിന്ന് നമുക്ക് മറ്റ് വിചാരങ്ങളിലേക്ക് പോകാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വലിയൊരു സിദ്ധിയും അഭിഷേകവും അച്ഛന് ലഭിച്ചിട്ടുണ്ട്. അച്ഛൻ തിരുനാൾ കുർബാനകളെ പറ്റി അച്ഛന് പറയാനുള്ളത് എന്താണ്? അച്ഛൻ തിരുനാൾ കുർബാനകൾ ഇപ്പോൾ രൂപതയിലാണേലും ഏകദേശം എല്ലാ പള്ളികളിലും തന്നെ തിരുനാൾ വരുമെങ്കിൽ വിളിക്കാറുണ്ട്. അത് കുർബാന, അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പാട്ടുപാടി കുർബാന ചെല്ലണമെന്നുള്ളത് ആഗ്രഹിക്കുന്നത് അച്ഛന്മാരോടൊപ്പം തന്നെ ജനങ്ങളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ അർത്ഥം ആര് കുർബാന ചൊല്ലിയാലും അത് പാട്ട് പാടിയാലും പാടിയില്ലെങ്കിലും തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെതായതുകൊണ്ട് തന്നെ അതിൻ്റെ മൂല്യത്തിന് ഒന്നിനും ഒരു കുറവില്ല. പക്ഷെ ഗാനം ആലപിക്കുമ്പോൾ കുറച്ചുകൂടെയൊക്കെ അങ്ങനെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ഈണത്തിലും താളത്തിലുമൊക്കെ ആ മനസ്സുകൊണ്ടൊക്കെ അങ്ങനെ തിരുനാളിന് പ്രത്യേകമായിട്ട് അവരങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അത് എൻ്റെ ഒരു കുർബാനയെക്കുറിച്ചുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചാൽ നമ്മൾ പറയുന്നതാണ്, ബലിപീഠം, ബലിവസ്തു, ബലിയർപ്പകൻ അത് ഈശോ തന്നെയാണ്. അപ്പം അത് ഞാനോ നീയോ എന്നുള്ളതല്ല. അൾത്താരയിൽ പുരോഹിതൻ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് കയറിക്കഴിഞ്ഞാൽ അത് പിന്നെ പുരോഹിതനല്ല, അത് ഈശോയാണ്. അപ്പം അതുകൊണ്ട് അൾത്താരയുടെ മുമ്പിൽ നമ്മൾ എപ്പോഴൊക്കെ ബലിയർപ്പിക്കാൻ വേണ്ടി പോയാലും സാധാരണ ചിലപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാകാം.
ചിലപ്പോൾ ഒരു 2-3 പേരെ ഉണ്ടാകാം. 2 പേരാണെങ്കിലും ഒരാളാണെങ്കിലും അർപ്പിക്കുന്നവൻ ഈശോയാണെങ്കിൽ അത് അങ്ങനെ തന്നെ അർപ്പിച്ചേ പറ്റുള്ളൂ വെച്ചാൽ. അപ്പം അത് നമ്മളുടെ മനസ്സിൽ ഉറക്കേണ്ട ഒരു ഉറപ്പ് തന്നെയാണ്. കാരണം വരുന്നവർ കണ്ണീരോടെ വരുന്നവരാണ്, തകർച്ചയോടെ വരുന്നവരാണ്. കാരണം പുറമേ നമ്മളെല്ലാവരെയും കാണുമ്പോൾ ചിരിച്ച് കളിച്ച് സന്തോഷിച്ച് നിൽക്കെങ്കിലും അവരുടെ ഉള്ളിൽ അവരുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർ ഈ അൾത്താരയെ സമീപിക്കുന്നത് അച്ഛനെ കണ്ടിട്ടല്ലല്ലോ. അപ്പോൾ ആ ബലിയർപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പോടുകൂടെ അത് ഈശോയാണെന്നുള്ള ബോധ്യത്തെ തന്നെ നമ്മൾ ബലിയർപ്പിക്കണം. നമ്മുടെ ഒരു വാക്ക് കൊണ്ട് പോലും ഒരു വാക്ക് നമ്മൾ പറയുന്നില്ല. ഇപ്പോൾ ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഈശോ പറഞ്ഞു. അതുകൊണ്ട് തന്നെ സ്ഥാപക വചനങ്ങളായതുകൊണ്ട് തന്നെ അത് ആര് പറഞ്ഞാലും അതിന് പവറാണ്, പ്രാർത്ഥനയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് നമ്മൾ മനസ്സ് കൊടുത്ത് ഉള്ളു കൊടുത്ത് തന്നെ ഈശോയായിട്ട് നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ജനമാഗ്രഹിക്കുന്ന കൃപ അവരിലേക്ക് കർത്താവ് കൊടുക്കും. അപ്പം അത് പലപ്പോഴും വന്നിട്ട് ചിലരൊക്കെ ഒന്നിച്ചും പറയാച്ചാൽ കുർബാന നല്ലതായിരുന്നു, വളരെ നല്ല പ്രസംഗം. ഞാൻ പറയും അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം, ഈശോയ്ക്ക് നന്ദി എന്നേ പറയാറുള്ളൂ. കാരണം നമ്മളെ വലുതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവിടെ കൃപ പോകും, അവിടെ ദൈവം ഉണ്ടാകില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈശോയ്ക്ക് നന്ദി പറയുക. നമ്മൾ എന്ത് ചെയ്താൽ അച്ഛന്മാരാകുമ്പോൾ ഒരുപാട് പേര് നമ്മളെ പുകഴ്ത്തി പറയും, അത് ചെയ്തു ഇത് ചെയ്തു വളരെ ഭംഗി സൂപ്പർ എന്നൊക്കെ പറയും. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം അതെനിക്കുള്ളതല്ല, അതെൻ്റെ ഈശോയ്ക്കുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ നന്ദി എപ്പോഴും നമ്മളത് കർത്താവിന് കൊടുക്കുക. ദൈവത്തിന് മാത്രം. ഒറ്റമശ്ശേരിക്കാരൊക്കെ സുഖമായിരിക്കുന്ന വെച്ചാൽ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. പള്ളിയുടെ അടുത്തുള്ള ഞങ്ങളുടെ ആശ്രമത്തിലെ അച്ഛന്മാരൊക്കെ അയ്യോ ഞങ്ങള് സഹോദരങ്ങളെ പോലെയാണ്. ഇപ്പൊ ഈ ഒരു ഷോ കാണുമ്പോൾ എൻ്റെ ജോബി അച്ഛൻ സിൻഡോ അച്ഛൻ വളരെ ഒരു സ്വന്തം ഫാമിലി പോലെയാണ്. ഞങ്ങളിപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ക്ഷണിക്കും, അവിടെ പോകും, ഞങ്ങൾ ഒരുമിച്ചായിരിക്കാറുണ്ട്. അപ്പോൾ എപ്പോൾ വിളിച്ചാലും ഒന്ന് സഹായിക്കുന്ന അച്ഛൻ്റെ സഭയായതുകൊണ്ട് പറയുന്നതല്ല, എനിക്ക് എപ്പോഴും വലിയൊരു സന്തോഷമാണ് അവർ കൂടെയുള്ളത്. അത് മൂന്ന് പേരും നല്ല അച്ഛന്മാരാണ്, അച്ഛന്മാർ. അച്ഛൻ നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഗാനത്തിലേക്ക് പോയിട്ട് നമുക്ക് അർത്തുങ്കൽ പള്ളി അച്ഛൻ കൊച്ചച്ഛനായിരുന്നു വിശേഷങ്ങളൊന്നും നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. നമുക്ക് ആ വിശേഷത്തിലേക്ക് വരാം. ഇപ്പോൾ ഒരു ഗാനം നമുക്ക് അച്ഛൻ്റെ ഒരു ഗാനം നമുക്ക് ആലപിക്കാം. തീർച്ചയായും. വിശുദ്ധ സെബസ്ത്യാനോസേ, കരുണ തന്നിറ കൂടമാകും വിശുദ്ധ സെബസ്ത്യാനോസേ, കേഴുന്നോർക്കെന്നും ആശ്രയമാ വാഴുന്ന താതനും പ്രിയം നിറഞ്ഞോനേ, പാരിന്നു മാധ്യസ്ഥ്യമേകണേ എന്നും പാരിന്നു മാധ്യസ്ഥ്യമേകണേ, കരുണ തന്നിറ കൂടമാകും വിശുദ്ധ സെബസ്ത്യാനോസേ, കരുണ തന്നിറ കൂടമാകും വിശുദ്ധ സെബസ്ത്യാനോസേ. മനസത്താൽ സുല്ലുകതാതനെ നീടിയല്ലോ, തന്നുടെ നിർമ്മല മനസത്താൽ സുല്ലുകതാതനെ നീടിയല്ലോ, ശുദ്ധിതൻ ചൈതന്യ ശോഭയാലേ, ശുദ്ധിതൻ ചൈതന്യ ശോഭയാലേ, പാരിനെ നേടിയ പുണ്യവാനേ, കരുണ
തൻ നിറകൂടമാകും വിശുദ്ധ സെബസ്ത്യാനോസേ, കരുണ തൻ നിറകൂടമാകും വിശുദ്ധ സെബസ്ത്യാനോസേ. വീരഗാഥകൾ ഓർത്തിടുകിൽ പാരിന്റെ നാഥനെ വാഴ്ത്തിടുമേ. നിൻ വീരഗാഥകൾ ഓർത്തിടുകിൽ പാരിന്റെ നാഥനെ വാഴ്ത്തിടുമേ. അത്തുങ്കലെന്നൊരു പുണ്യഗേഹം അർത്തുങ്കലെന്നൊരു പുണ്യഗേഹം നിന്നാമ കീർത്തിയിൽ വിളങ്ങിടട്ടെ. കരുണ തൻ നിറകൂടമാകും വിശുദ്ധ സെബസ്ത്യാനോസേ, കേഴുന്നോർക്കെന്നും ആശ്രയമാ വാഴുന്ന താതനു പ്രിയം നിറഞ്ഞോനേ. പാരിന്നു മാധ്യസ്ഥ്യമേകണേ എന്നും പാരിന്നു മാധ്യസ്ഥ്യമേകണേ. കരുണ തൻ നിറകൂടമാകും വിശുദ്ധ സെബസ്ത്യാനോസേ, കരുണ തൻ നിറകൂടമാകും വിശുദ്ധ സെബസ്ത്യാനോസേ. അലക്സാണ്ടർ ചാ, വളരെ വളരെ മനോഹരമായ ഗാനം. അർത്തിങ്കപ്പള്ളിയിലെ വെളുത്തച്ഛൻ്റെ നാമത്തിലുള്ള സ്തുതിക്കാട്ടുള്ള ഈ ഗാനം ശരിക്കും ഇപ്പോഴും അർത്തിങ്കപ്പള്ളിയിലെ കൊയർ അത് പാടുന്ന അച്ഛൻ തന്നെ എഴുതി, അച്ഛൻ തന്നെ സംഗീതം കൊടുത്ത്, അച്ഛൻ തന്നെ ആലപിച്ച സുന്ദരമായ അച്ഛൻ ഇപ്പോൾ അത് ഭംഗിയായിട്ട് അത് ആലപിച്ചു കേട്ടോ. പ്രത്യേകിച്ച് അർത്തിങ്കൽ പള്ളിയെ പറ്റി പറയുമ്പോൾ പണ്ട് ചെമ്മീൻ തോന്നലല്ലേ, പെണ്ണാളെ മുതൽ വിശുദ്ധനായ സഭ ദാസേട്ടൻ അവിടെ വന്ന് പാടിയിരിക്കുന്നു അല്ലേ. ആ സമയത്ത് അച്ഛൻ അവിടെ ഉണ്ടോ? ഇപ്പോൾ പുതിയ പടങ്ങളൊക്കെ വന്നാൽ അർത്തിങ്കലെ പള്ളിയിൽ ഒത്തിരി പാട്ടുകൾ പള്ളിയുടെ പേരിൽ തന്നെ, വേറെ പാട്ടുകൾ അങ്ങനെ നമുക്ക് പറയാനില്ല അല്ലേ. അല്ലേ, ഒരുപാട് അർത്തിങ്കൽ പള്ളിയുടെ നാമത്തിൽ ഇപ്പോൾ സിനിമയിലാണെങ്കിലും പല ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഒത്തിരി ആയിട്ട്. അർത്തിങ്കലെ വിശേഷങ്ങൾ, അവിടുത്തെ വിശേഷങ്ങൾ, ഈ പാട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം. അച്ഛാ, ഈ ഒരു പാട്ട് ഉടലെടുത്ത് വരുന്ന സമയം എന്ന് പറയുന്നത് കോവിഡിൻ്റെ സമയമാണ്. ഞാൻ അർത്തിങ്കപ്പള്ളിയിൽ കൊച്ചച്ഛനായിട്ട് പോകുന്നത് കോവിഡിൻ്റെ ഏകദേശം മൂർധന്യാവസ്ഥയിലാണ് ഞാനവിടെ പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് മൊത്തം ലോക്കായ സമയമാണ്. അപ്പോൾ ആ സമയത്താണ് കുർബാനകളും കാര്യങ്ങളെല്ലാം ഓൺലൈനിലാണ് പോകുന്നത്. എല്ലാ ദിവസവും ഓൺലൈനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെല്ലാം കൊടുക്കുന്ന ആ സമയമാണ്. ആ സമയത്ത് അവിടെ ഇരിക്കുന്ന സമയത്ത് പുണ്യാളുടെ മുമ്പ് ഇരിക്കുമ്പോഴാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഈണം മനസ്സിൽ വരുത്താൻ, ഞാൻ പറഞ്ഞല്ലോ ഈണം മനസ്സിൽ വന്നിട്ടാണ് സാധാ പാട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഗാനം വരുന്നത് ഈണത്തിലല്ല, ഈ ഗാനം വരുന്നത് വരികളിലാണ്. ആദ്യമായിട്ട് ഞാൻ വരികൾ എഴുതിയിട്ട് ഈണം പകർത്തൊരു ഗാനം ഇതാണ്. അത് അത്ര എളുപ്പമായിരുന്നോ? എളുപ്പമല്ലായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. കാരണം ഈണം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് സ്വന്തമായിട്ട് ഈണം വന്ന് സ്വന്തമായിട്ട് വരി എഴുതുന്നതാണെങ്കിൽ നമുക്ക് ഈണം വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് വരികൾ എങ്ങനെയും മാറ്റാം. പക്ഷേ വേറൊരു വ്യക്തി ഒരു വരി എഴുതി നമ്മളുടെ കൊണ്ടു തന്നിട്ട് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സിൽ അധികം നമുക്ക് ശരിക്കും വിവരമില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അധികം നോഹവ് ഇല്ലെങ്കിൽ നമുക്കൊരു കാരണവശാലും പെട്ടെന്ന് മ്യൂസിക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും പ്ലേ ചെയ്തില്ലായിരുന്നു. പക്ഷേ അകപ്പടി ഇപ്പോൾ ഞാൻ കീബോർഡ് അത്യാവശ്യം നമുക്ക് പ്ലേ ചെയ്യാനുള്ള രീതിയുണ്ട്. പക്ഷേ ആ സമയത്ത് അതില്ല. അപ്പം എങ്ങനെ ഇത് ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത തരത്തിൽ ഞാൻ സത്യം പറഞ്ഞാൽ പുണ്യാളുടെ മുമ്പിൽ പോയിരുന്നിട്ടാണ് ഇതിൻ്റെ ഈണം ഞാൻ ഇടുന്നത്. അത് ഇടുകയും ചെയ്തു. വിനീതിനെ ഏൽപ്പിച്ചു. ജോസ് ചേട്ടനുണ്ടായിരുന്നു. ജോസ് ചേട്ടൻ ഇവർ രണ്ടുപേരും കൂടെ കോംബോ ആയിട്ടാണ്. പാതിരപ്പള്ളി. അതെ, പിന്നെ ജോസി ആലപ്പി നമ്മുടെ ഫിലിംസിലൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ
അപ്പോൾ ഇവർ രണ്ടുപേരുടെ ഒരു കോംബോയിലാണ് ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ വരണത്. അച്ഛാ വീട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞില്ലല്ലോ, വീട്ടിലെ കാര്യം. വീട്ടിൽ അപ്പച്ചനുണ്ട്. അപ്പച്ചൻ മത്സ്യത്തൊഴിലാളിയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങളെ വളർത്തുവാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ ഈ ഓരോ തൊഴിൽ ഫീൽഡിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, ഈ മത്സ്യബന്ധന മേഖലയെക്കുറിച്ച് പറയുമ്പോൾ പലർക്കും അതിനെക്കുറിച്ച് പറയാനൊരു ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. എൻ്റെ അപ്പൻ ഒരു മത്സ്യമാണ്. അതിപ്പോൾ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ ഒന്ന് പൊതുജനമധ്യേ പറയാനായിട്ടൊരു മടി കാണിക്കാറുണ്ട്. പക്ഷേ അച്ഛാ ഈ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലിരിക്കുമ്പോൾ അഭിമാനത്തോടെ ഞാൻ എനിക്ക് പറയാൻ പറ്റും, ഞാൻ ഇന്നിവിടെ ഇരിക്കണമെങ്കിൽ അതെൻ്റെ അപ്പൻ്റെ കഷ്ടപ്പാടാണ്. തീർച്ചയായിട്ടും 100% എനിക്ക് ഉറപ്പാണ്. അത് അപ്പൻ മത്സ്യത്തൊഴിലാളിയാണ്. ചേട്ടൻ എനിക്ക് പിന്നെ ഉള്ളത് എൻ്റെ അമ്മച്ചി സാധാ വീട്ടമ്മയായിട്ടിരിക്കണു. പിന്നെ ഉള്ളത് മൂത്തത് പെങ്ങളാണ്. പെങ്ങള് ഞാൻ പറഞ്ഞു സിനി എന്നാണ് പെങ്ങളുടെ പേര്. അളിയൻ്റെ പേര് ഷെൽജു എന്നാണ്. 3 മക്കളാണ്. അവർക്കുള്ളത് 3 ആൺകുട്ടികളാണ്. മൂത്ത മകൻ്റെ പേര് ഷെബിൻ എന്നാണ്. അതിനിപ്പോൾ ജർമ്മൻ കോഴ്സ് കഴിഞ്ഞ് പുറത്തോട്ട് പോകാനുള്ളൊരു അങ്ങനെ നിൽക്കുന്നു. പിന്നീട് രണ്ടാമത്തെ കുട്ടി അവൻ +2-ലാണ്. അവൻ്റെ പേര് അഭിൻ എന്നാണ്. ഏറ്റവും ഉള്ള കുട്ടിയുടെ പേര് ഫെബിൻ എന്നാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ ചേട്ടൻ സുനിൽ, ചേട്ടത്തിയുടെ പേര് ഏഞ്ചൽ എന്നാണ്. ചേട്ടനും 3 മക്കളാണ്. മൂത്ത കുട്ടിയുടെ പേര് സില്ല മരിയ, അവൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ രണ്ടാമത്തെ കുട്ടിയുടെ പേര് ഇവാ മരിയ, 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും കുഞ്ഞ് ഞങ്ങളുടെ ലല്ലു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, അനുഗ്രഹം എന്നാണ് പേര്. അവൻ പിന്നെ 1ാം ക്ലാസ്സിലോട്ട് പ്രവേശിക്കാനായിട്ട് നിൽക്കുന്നു. ഇതാണ് എൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം. ശരിക്കും പറഞ്ഞാൽ എന്നെ പലപ്പോഴും ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് നിർത്തുന്നത് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. അതെന്ത് കാര്യം ഉണ്ടെങ്കിലും എപ്പോഴും കൂടെയാണ്. ഇങ്ങനെ സ്നേഹം കൊണ്ട് പൊതിയുന്നൊരു ഫാമിലിയാണ് എനിക്കുള്ള ദൈവം സഹായിച്ച് കിട്ടി. ഇതുവരെ കുടുംബത്തെ പറ്റി പറയുമ്പോൾ തന്നെ അച്ഛൻ്റെ മുഖത്തും കണ്ണുകളിലും ഉണ്ട് അവരോടുള്ള സ്നേഹം. അവരോടുള്ള സ്നേഹവും അവർക്ക് അച്ഛനോടുള്ള സ്നേഹവും. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴും എൻ്റെ അമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്നോട് പോരുമ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, അമ്മച്ചി ഇപ്പോൾ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ആൾ. 2 കീമോ കഴിഞ്ഞൊരു അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്നെങ്കിലും അമ്മച്ചി പോരാൻ നേരത്തെ എന്നോട് പറഞ്ഞ കാര്യം, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, കുഞ്ഞ് സന്തോഷമായിട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് എന്തെങ്കിലും നന്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഫാമിലിയിൽ നിന്നും എനിക്ക് കിട്ടിയ കുറേ ഗുണങ്ങളുടെ നന്മകളേച്ചാൽ ഉണ്ടായിട്ടുള്ളൂ. ഒപ്പം കൂടെ നിൽക്കുന്നവരൊക്കെ എപ്പോഴും സ്നേഹത്തോടെ. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇടവക ആദ്യമായിട്ടാണ് ഞാൻ വികാരിയാകുന്നത്. എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നും അറിയാൻ വല്ലാത്തൊരു സാധ്യത ചെല്ലുന്നത്. പക്ഷേ ഒരുപാട് എൻ്റെ ഇടവകാംഗങ്ങൾ പല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഇടവകയാണ് കിട്ടിയത്. വിഴിഞ്ഞം കഴിഞ്ഞുള്ള ഹോട്ട്സ്പോട്ടാണ്. അതായത് കടൽ കയറി ഞാനിപ്പോൾ റോഡിലൊക്കെ കിടക്കാറുണ്ട്. എന്തെങ്കിലും കാണുന്ന പോലെ അലക്സാണ്ടർ ഒരു സമരനായകനാണ്. അത് ജനത്തിന്റെ ആവശ്യമാണ്. നമുക്ക് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് നമുക്കൊന്ന് പോകാം അല്ലെ. കൂടുതൽ അത് പറ്റും കുറച്ചും കൂടെയൊക്കെ നമുക്ക് കാര്യമായിട്ട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഒരു മാതാവിൻ്റെ ഒരു ഗാനം ആലപിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പ്രിയപ്പെട്ട അലക്സാണ്ടർ അച്ഛൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ പേര് എലിസബത്ത് അമ്മച്ചിക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥനയുണ്ട്. ഞങ്ങളുടെ എല്ലാവരോടും പ്രാർത്ഥനയുണ്ട്. അമ്മച്ചിക്കായിട്ട് ഒരു കൊച്ചു ഗാനം ആലപിക്കാം. അത് ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ കൂടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തായ മലയാറ്റൂർ സെബി അദ്ദേഹം തന്നെ സംഗീതം ചെയ്ത ഒരു പാട്ട്. ഇത് പ്രത്യേകമായിട്ട് അലക്സാണ്ടർ അച്ഛൻ്റെ പ്രിയപ്പെട്ട എലിസബത്ത് അമ്മച്ചിക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സുന്ദരിയാണമ്മ, സുരലോകം വാഴ്ത്തുമമ്മ, പരിശുദ്ധരാജ്ഞിയമ്മ, സ്വർഗലോകത്തിൻ റാണിയമ്മ. അമ്മേ 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 ഞങ്ങൾക്കെന്നും മാധ്യസ്ഥം, കൈകൾ കൂപ്പും മക്കൾ മുന്നിൽ വിണ്ണിൻ മാണിക്യം. അമ്മേ 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 ഞങ്ങൾക്കെന്നും മാധ്യസ്ഥം, കൈകൾ കൂപ്പും മക്കൾ മുന്നിൽ വിണ്ണിൻ മാണിക്യം.
കൺമണിയാകും ഈശോയെ, പൊന്മണിയായി കാക്കും മാതാവേ. കൺമണിയാകും ഈശോയെ, പൊന്മണിയായി കാക്കും മാതാവേ. എന്നീ മണ്ണിൽ സൗഭാഗ്യം നൽകാൻ പണ്ടേ സ്വർഗം നിന്നെ അലങ്കരിച്ചു. എന്നീ മണ്ണിൽ സൗഭാഗ്യം നൽകാൻ പണ്ടേ സ്വർഗം നിന്നെ അലങ്കരിച്ചു. സുന്ദരിയാണമ്മ, സുരലോകം വാഴ്ത്തുമമ്മ, പരിശുദ്ധ രാജ്ഞിയമ്മ, സ്വർഗലോകത്തിൻ റാണിയമ്മ. കാൽവരിയാകും മലമേലെ ക്രൂശിതനായ ഈശോയെ, കാൽവരിയാകും മലമേലെ ക്രൂശിതനായ ഈശോയെ, കയ്യിൽ ചേർത്തു താലോലിച്ചമ്മ, തന്നോമൽ പൈതലെ നമ്മൾക്കു നൽകാനാ. കയ്യിൽ ചേർത്തു താലോലിച്ചമ്മ, തന്നോമൽ പൈതലെ നമ്മൾക്കു നൽകാനാ. സുന്ദരിയാണമ്മ, സുരലോകം വാഴ്ത്തുമമ്മ, പരിശുദ്ധ രാജ്ഞിയമ്മ, സ്വർഗലോകത്തിൻ റാണിയമ്മ. അമ്മേ 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 ഞങ്ങൾക്കെന്നും മാധ്യസ്ഥം, കൈകൾ കൂപ്പും മക്കൾ മുന്നിൽ വിണ്ണിൻ മാണിക്യം. അമ്മേ 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 ഞങ്ങൾക്കെന്നും മാധ്യസ്ഥം, കൈകൾ കൂപ്പും മക്കൾ മുന്നിൽ വിണ്ണിൻ മാണിക്യം. അമ്മേ 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 ഞങ്ങൾക്കെന്നും മാധ്യസ്ഥം, കൈകൾ കൂപ്പും മക്കൾ മുന്നിൽ വിണ്ണിൻ മാണിക്യം. സബി മലയാറ്റൂർ എഴുതിയ ഈ ഒരു ഗാനം, അതോടൊപ്പം തന്നെ ഈണവും പകർന്ന ഈ ഒരു ഗാനം വളരെ ഹൃദ്യമാണ്. ഒന്നാമത്തെ കാര്യം, സുന്ദരിയെന്ന് തുടക്കം തന്നെ സുന്ദരിയാണ് അമ്മ. അത് തീർച്ചയായിട്ടും ആ വരിയിൽ തന്നെ എനിക്ക് പറയാൻ പറ്റും, കർത്താവിനക്ക് ഈശോയ്ക്ക് ജന്മം നൽകിയ അമ്മയെക്കാൾ സുന്ദരിയായിട്ട് വേറെ ആരും ഇല്ല. തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാണ്. അത് ആ ഒരു വരിയിൽ തന്നെയുണ്ട്, സുന്ദരിയാണ് അമ്മ എന്നുള്ളത്. അത് കഴിഞ്ഞ് അമ്മേ അമ്മേ ഞങ്ങൾക്കെന്നും മാധ്യസ്ഥം, കൈകൾ കൂപ്പും മക്കൾ മുന്നിൽ വിണ്ണിൻ മാധ്യസ്ഥം. ശരിക്കും ഹൃദയത്തിൽ തൊട്ടെഴുതിയ വരികൾ, അതിനെ പകർന്ന ഏറ്റവും നല്ല ഈണം, അതിനേക്കാളും അച്ഛൻ്റെ സ്വരത്തിൽ അത് കേട്ടതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അതെൻ്റെ അമ്മച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തപ്പോൾ എൻ്റെ അമ്മ ഇത് കാണുമെങ്കിൽ തീർച്ചയായിട്ടും ഷാലോൺ ദേവിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും അമ്മയുടെ പ്രാർത്ഥനയുണ്ടാവും. അപ്പോൾ ഒത്തിരി സന്തോഷം ഈ ഒരു ഗാനം അച്ഛനിൽ നിന്ന് കേൾക്കുവാൻ സാധിച്ചതിൽ. ദൈവത്തിന് അത് ദൈവനാമ മഹത്വം ഉണ്ടാകട്ടെ. ഇത് കേൾക്കുന്നവരിലൂടെ ഈശോയുടെ നാമവും പരിശുദ്ധമ്മയുടെ നാമവും ഒക്കെ മഹത്വപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെ മനോഹരമായൊരു ഗാനം. താങ്ക് യു അച്ഛാ, ഒത്തിരി നന്ദി അച്ഛാ. പ്രിയപ്പെട്ട എലിസബത്ത് അമ്മച്ചിയോടും സ്നേഹമൊക്കെ ഞങ്ങൾ അന്വേഷണം പറയണം. മാത്രമല്ല ഞങ്ങൾ വന്ന് കാണുന്നതാണ് കേട്ടോ, തീർച്ചയായും പ്രത്യേകം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഭയങ്കര സന്തോഷമായിരുന്നു അച്ഛാ. അലക്സാണ്ടർ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ സമയം പോയതറിഞ്ഞില്ല. ഉള്ള കാര്യം പറയാം, പ്രിയപ്പെട്ട കൂട്ടുകാരൻ. നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, ഒരു എപ്പിസോഡും കൂടി ഉണ്ട് അച്ഛൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ പാട്ടുകളൊക്കെ ആയിട്ട്. വരുന്ന എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങളും അച്ഛൻ്റെ മനോഹരമായ ഗാനങ്ങളും നമുക്ക് കേൾക്കാം. അതുവരെ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഷാലോം ടിവിയുടെ ഹെവൻലി മെലോഡീസിൻ്റെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി. കരുണ തന്നിറ കൂടമാകും വിശുദ്ധ സെബസ്ത്യാനോസേ, കരുണ തന്നിറ കൂടമാകും വിശുദ്ധ സെബസ്ത്യാനോസേ, കേഴുന്നോർക്കെന്നും ആശ്രയമാ വാഴുന്ന താതനും പ്രിയം നിറഞ്ഞോനേ, പാരിന്നുമാ